രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സൗന്ദര്യത്വവും കഴിവും വളരെ കൂടുതലാണ്. ഇവർ ചെറുപ്പം മുതലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇവരോട് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഇവർക്ക് ഇവരുടെ കഴിവ് എന്താണെന്ന് പലപ്പോഴും ഇവർക്ക് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഒരു 30-35 വയസ്സ് വരെയും ഒന്നും ആവാത്തവരും കൂടുതലാണ്. എന്നാൽ വളരെ സക്സസ് ആയവരും വളരെ കൂടുതലാണ്. ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിലായിരിക്കും ഇവർക്ക് കഴിവുകൾ കൂടുതൽ ഉണ്ടാവുക. നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ആർട്ട് ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും നിങ്ങൾക്കൊരു 30 വയസ്സാകുമ്പോഴേക്കും ഹ്യൂജ് സക്സസ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് നിങ്ങളുടെ ജാതകത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എപ്പോഴും സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അതുമാത്രമാണ് ഇഷ്ടം. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് പരമാവധി സമാധാനവും സ്നേഹമുള്ള സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കാമായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ കീഴിലായതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സ്നേഹവും സമാധാനവും ഉണ്ടാവും. നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും നല്ലൊരു സ്നേഹവും കെയറും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാവും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾ കുറച്ച് കെട്ടിപ്പടുക്കാൻ അവസരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ പല വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അതിലൊരു സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു 2 തോണിയിൽ കാലിട്ട അവസ്ഥയായിരിക്കും. വേറൊന്നുമല്ല, നിങ്ങൾ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കും. അതുകൊണ്ട് ഏറ്റവും പഴക്കമുള്ള ബന്ധം ഏതാണ്, അതിനെ പിടിച്ചു നിർത്താനാണ് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. നിങ്ങൾ മെയ് മാസത്തിൽ സാമ്പത്തികമായിട്ട് സ്ഥിരത ലഭിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പല വെല്ലുവിളികളും കാരണം നിങ്ങൾക്ക് ആ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്ന ഒരു ജോലിയോ ബിസിനസ്സോ ഒന്നും അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തുടങ്ങിയാലും അത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലവർക്ക് സക്സസ് ആയിട്ടും ഉണ്ടാവും. അതെന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ, അധിക ചെലവ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഈ മെയ് മാസത്തിൽ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാവുക. കാരണം മെയ് മാസത്തിൽ നിങ്ങൾക്ക് അവഗണന കുറച്ച് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഞാൻ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ബന്ധങ്ങൾ ശക്തിപ്പെടും. അത് ഏത് വഴിക്കെന്നൊന്നുമില്ല, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ആ ബന്ധം എന്തായാലും ശക്തിപ്പെടും. അതുപോലെ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാവും. പക്ഷെ ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് നല്ല തകരാറ് എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ നല്ലതായിരിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഫുഡ് എടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി, നിങ്ങൾ ഏതെങ്കിലും ഫുഡ് എടുക്കുകയാണെങ്കിലും അറിയാതെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മോശം ഫുഡാണ് നിങ്ങളുടെ മുന്നിൽ എത്തുക. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കാമായിട്ട് ഇരിക്കണതും കൊണ്ട് നിങ്ങൾ കരിയർ പരമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഫിനാൻഷ്യൽ സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. അത് ഗുണമേ ചെയ്യുള്ളൂ. അതുപോലെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതെന്തായാലും പെർമനൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതൊരു പ്രോഗ്രസ്സിൽ നടക്കുകയാണ്. കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ജൂൺ മാസത്തിൽ കാണുന്നില്ല. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് നല്ല കുറവായിരിക്കും. പരമാവധി പ്രകൃതി ഇണങ്ങിയിട്ട് നടക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ജൂൺ 5 മുതൽ 9 വരെക്കുള്ള ഇടയിലാണ് നിങ്ങൾക്ക് വർക്ക് പരമായിട്ട് ഒരു സ്റ്റഡി എന്തായാലും ഉണ്ടാവുക. ജൂൺ 14-നും 18-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഹീലിംഗ് വേണം. ജൂൺ 23-നും 27-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു കോഷൻ ഉണ്ടാവുക. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളെപ്പോഴും കാമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഹറിബറി ചില നേരത്ത് വരാറുണ്ട്. അതില്ലാതിരിക്കുക. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും.